accountability, management accounting 2023 question paper solve ചെയ്യായിരുന്നു നമ്മൾ. Define ratio analysis എന്നുള്ള ഒരു ചെറിയ 2 mark question ഉണ്ട്. എന്താണ് ratio analysis? Ratio analysis is a quantitative method used to analyze and evaluate a company's financial performance, position and trends by calculating and interpreting various financial ratios. Ratio analysis is the most powerful tool of analysis of financial statements. അപ്പോൾ ധനകാര്യ വിശകലനത്തിൽ ഏറ്റവും ശക്തമായ ഒരു ടൂളാണ് റേഷ്യോ അനാലിസിസ്, അങ്ങനെ പറയാം. ഇതാണ് ഫിനാൻഷ്യൽ അനാലിസിസിലെ മോസ്റ്റ് പവർഫുൾ ടൂൾ. ഏതാണ്? റേഷ്യോ അനാലിസിസ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, റേഷ്യോ അനാലിസിസ് ക്വാണ്ടിറ്റേറ്റീവ് ആയ ഒരു മെത്തേഡാണ്. എന്തിന് ഉപയോഗിക്കുന്ന? യൂസ്ഡ് ടു അനലൈസ് ദ ആൻഡ് ഇവാലുവേറ്റ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഒരു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം എത്രമാത്രം മെച്ചപ്പെട്ടതാണെന്ന് കണ്ടെത്താനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂളാണ്. അത് പൈസയുടെ ക്വാണ്ടിറ്റി ആയിട്ടാണ് അത് ഉത്തരം പറയുക. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രമല്ല, ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് റേഷ്യോ അനാലിസിസിലൂടെ കണ്ടെത്താൻ കഴിയും. ആൻഡ് ട്രെൻഡ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ട്രെൻഡ് എന്താണ്, കമ്പനിയുടെ ഇനി അങ്ങോട്ടുള്ള പോക്ക് എങ്ങോട്ടാണ് എന്നും നമുക്ക് റേഷ്യോ അനാലിസിസ് കണ്ടുപിടിക്കുന്നതിലൂടെ പറയാൻ കിട്ടും. അപ്പോൾ by calculating ratio and interpreting ratio, നമുക്ക് ഒരു കമ്പനിയുടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ, അതിനെ വ്യാഖ്യാനിക്കുന്നതിലൂടെ ആ കമ്പനിയുടെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പെർഫോമൻസ്, സാമ്പത്തിക പ്രകടനം; ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നില; പിന്നെ ട്രെൻഡ്, ഫിനാൻഷ്യൽ ട്രെൻഡ്, സാമ്പത്തികമായിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റത്തിന്റെ പോക്ക് എങ്ങനെയാണ്, അതിന്റെ ഗതി. ഈ 3 കാര്യങ്ങൾ റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന നല്ലൊരു പവർഫുൾ ടൂളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലെ ധനകാര്യ പ്രസ്താവനയുടെ വിശകലനത്തിലുള്ള ഏറ്റവും പവർഫുൾ ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ റേഷ്യോ ആണ് എന്ന് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം 6-ാമത്തേത് എന്താണ്? വാട്ട് ആർ കറന്റ് ലയബിലിറ്റീസ്? എന്താണ് കറന്റ് ലയബിലിറ്റീസ്? ഈ കറന്റ് ഇയറിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ടുന്ന ബാധ്യതകളെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കറന്റ് ലയബിലിറ്റീസ് ആർ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ദാറ്റ് എ ബിസിനസ് എക്സ്പെക്ട്സ് ടു സെറ്റിൽ വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഡെറ്റ്സ്, കടബാധ്യതകൾ, ഒബ്ലിഗേഷൻസ്, അതിനെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു കറന്റ് ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കാൻ, സെറ്റിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് പ്രതീക്ഷിക്കുന്ന കടപ്പാടുകളെ, ഒബ്ലിഗേഷൻസിനെ ആണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് സർവ്വസാധാരണമായിട്ടുള്ള നടപ്പുവർഷ ബാധ്യതകൾ എന്തൊക്കെയാണ്? അക്കൗണ്ട്സ് പേയബിൾ, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. ഈ വർഷം നമ്മൾ പല സാധനങ്ങളും കടമായി വാങ്ങിച്ചിട്ടുണ്ട് പല കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന്. പല സർവീസസും കടമായി മേടിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ വർഷം തന്നെ കറന്റ് ഇയറിൽ തന്നെ പൈസ കൊടുത്ത് തീർക്കണ്ടേ? തീർച്ചയായും കടം വാങ്ങിച്ചവർക്കൊക്കെ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് കടം മേടിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണം. ഇതിനൊക്കെ നമ്മൾ സൺട്രി ക്രെഡിറ്റ്, നമുക്ക് പൈസ തന്ന ആൾക്കാരെ എന്താ പറയാ? ക്രെഡിറ്റേഴ്സ്. അപ്പൊ സൺട്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ്. എത്ര പേരുടെ നിന്ന് കടം മേടിച്ചിട്ടുണ്ട് അതെല്ലാം മൊത്തമായി കൂട്ടിയാൽ അത് ഈ വർഷം മുഴുവൻ കൊടുത്തു തീർക്കേണ്ടുന്ന ബാധ്യതകളാണ്. അതിനെ ചില പുസ്തകങ്ങളിൽ അക്കൗണ്ട്സ് പേയബിൾ എന്നും പറയും, ചില പുസ്തകങ്ങളിൽ സൺട്രി ക്രെഡിറ്റേഴ്സും പറയും. ഇനി അപ്പോൾ അതൊരു കറന്റ് ലയബിലിറ്റി ഐറ്റം ആണ്. പിന്നെ ഏതൊന്നാണ്? ബിൽസ് പേയബിൾ, അതായത് ബില്ല് പ്രകാരം നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങോട്ട് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം, അതാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അത് കറന്റ് ലയബിലിറ്റി തന്നെയാണ്. ഷോർട്ട് ടേം ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ വീട്ടിൽ തീർക്കേണ്ടുന്ന കടബാധ്യതകൾ, അത് കറന്റ് ലയബിലിറ്റി ആണ്. ലോൺസ് ഓർ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ദാറ്റ് മസ്റ്റ് ബി റീപെയ്ഡ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വീട്ടിൽ തീർക്കേണ്ടത് എല്ലാ ബാധ്യതകളും വാസ്തവത്തിൽ കറന്റ് ലയബിലിറ്റി എന്ന ഇനത്തിൽ പെടുന്നു. ഷോർട്ട് ടേം ലോൺസ് അങ്ങനത്തെയാണ്. കറന്റ് പോർഷൻ ഓഫ് ലോങ് ടേം ഡെറ്റ്, അതുപോലെ തന്നെ ലോങ് ടേം ഡെറ്റിന്റെ ഇത് കറന്റ് പോർഷനും ചിലപ്പോൾ കറന്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കാറ്. ഉദാഹരണത്തിന് നമുക്ക് 5 കൊല്ലം കൊണ്ട് വീട്ടിൽ തീർക്കേണ്ട ബാങ്ക് ലോൺ ഉണ്ട്. പക്ഷേ അതിൽ ഈ കൊല്ലം അതിൽ ഒരു 50,000 രൂപ അത് തിരിച്ചടവ് നടത്തണം എങ്കിൽ ഈ വർഷം തിരിച്ചടക്കേണ്ടത്, ഈ വർഷത്തെ ആ പോർഷൻ, അതിന്റെ ലോണിന്റെ പോർഷൻ, തിരിച്ചടവ് പോർഷൻ നമുക്ക് ഈ വർഷം വീട്ടിൽ തീർക്കേണ്ടതാണ്. കറന്റ് ഇയറിലെ ഒരു ലയബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ പേറോൾ ലയബിലിറ്റി. എന്താണ് പേറോൾ? കമ്പനിയിലെ സ്റ്റാഫ്, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതിന്റെ രജിസ്റ്ററിനെ പറയുന്ന പേരാണ്. പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ റോള്, അതായത് രജിസ്റ്റർ, അതാണ് പേറോൾ. ആ പേറോൾ എന്ന പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ഈ വർഷം ഡിസംബർ 31 അല്ലെങ്കിൽ മാർച്ച് 31 എപ്പോഴാണ് കമ്പനിയുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് അതിന് മുമ്പായിരിക്കും.
നമ്മൾ അടച്ചു തീർക്കേണ്ടത് വീട്ടിൽ തീർക്കേണ്ട സാലറികൾ, കൊടുത്തു തീർക്കേണ്ട വേജസ്, കൂലി, അങ്ങനെയുള്ള തൊഴിലാളി എംപ്ലോയീസിനുള്ള മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷം തന്നെ വീട്ടിൽ തീർക്കേണ്ടതായതുകൊണ്ട് അത് കറന്റ് ലയബിലിറ്റി ആണ്. ഇനി ഇൻകം ടാക്സ് പേയബിളും കറന്റ് ലയബിലിറ്റി ആണ്. ചിലപ്പോൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഈ വർഷം കൊടുക്കേണ്ട ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറണ്ട് ഇയറിലെ ലയബിലിറ്റി ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണേണ്ടി വരും. ഇനി വേറൊരു ചോദ്യമാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി ഇവ തമ്മിലുള്ള, ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതയാണ്, ഇക്വിറ്റി എന്ന് വെച്ചാൽ ഉടമസ്ഥന്റെ പൈസയാണ്, ഓണേഴ്സ് ഫണ്ടാണ് ഇക്വിറ്റി. ഇവ തമ്മിൽ ഒരു പ്രപ്പോർഷൻ വേണം എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട്. ബിസിനസ് ചെയ്യുന്നവര് മുഴുവനും സ്വന്തം ഉടമസ്ഥന്റെ പൈസ ഇട്ടല്ല ബിസിനസ് ചെയ്യേണ്ടത്, കുറച്ച് പൈസ കടമേടിച്ച ഫണ്ടും കൂടിയിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബിസിനസ് വിജയിപ്പിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ആശയവും അത് തന്നെയാണ്. ഡെറ്റ് വേണം കമ്പനിയിൽ, അല്ലാണ്ട് ഇക്വിറ്റി അഥവാ ഇത് ഉടമസ്ഥന്റെ സ്വന്തം പൈസ മാത്രം പോരാ. പക്ഷെ ഇത് ഓവറായിട്ട് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അമിത കടം വെച്ചിട്ട് ബിസിനസ് ചെയ്ത പ്രശ്നമാണ്. അപ്പൊ ഡെറ്റും കുറച്ച് ക്വാണ്ടിറ്റി വേണം, ഇക്വിറ്റിയും കുറച്ച് ക്വാണ്ടിറ്റി വേണം. ഇവ തമ്മിൽ ഒരു നല്ല അനുപാതം, ഒരു ഗുഡ് പ്രപ്പോർഷൻ വേണം. ഈ അനുപാതത്തെയാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോ ദ റേഷ്യോ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോങ് ടേം ഡെറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദീർഘകാല കടങ്ങളും ലോങ് ടേം ഡെറ്റും ഷെയർ ഹോൾഡേഴ്സിന്റെ സ്വന്തം പൈസ, അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു അനുപാതം നിലനിർത്തണം. ആ അനുപാതത്തെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. എന്താണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ? ഉടമസ്ഥന്റെ സ്വന്തം പൈസയും പിന്നെ പുറത്തു നിന്ന് കുറച്ച് കടമേടിച്ച പൈസയും രണ്ടും ചേർത്താണ് ബിസിനസ് നടത്തേണ്ടത്. ഇവ തമ്മിൽ ഒരു നല്ല അനുപാതം ഉണ്ടായിരിക്കണം, ഒരു ഗുഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടായിരിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അതിനെ പറയുന്ന പദപ്രയോഗമാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇനി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനുള്ള സൂത്രവാക്യം, ഫോർമുല എന്താണ്? ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നതാണ്. എന്താണ് ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദീർഘകാല കടബാധ്യതകൾ, ബാങ്ക് ലോൺ ലോങ് ടേം ഡെറ്റ് ആണ്, ഡിബഞ്ചർ ലോങ് ടേം ഡെറ്റ് ആണ്. അപ്പോൾ ലോങ് ടേം ഡെറ്റും അതിനെ ഹരിക്കണം എന്തുകൊണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഉടമസ്ഥന്മാരുടെ പൈസ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നെ വേറൊരു പദപ്രയോഗം ഉണ്ട്, നെറ്റ് വർത്ത് എന്നും പറയും. അപ്പോൾ സിമ്പിളായ ആ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റിനിൽ തന്നെയുണ്ട്, ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, അതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അങ്ങനെയും പഠിച്ചാൽ മതിയാവും. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒന്നല്ലെങ്കിൽ വിശദീകരിച്ച് ലോങ് ടേം ഡെറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പൊ ലോങ് ടേം ഡെറ്റ് അതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കണക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ, ബാങ്ക് ലോൺ, ഇതൊക്കെ ലോങ് ടേം ഡെറ്റ് ആണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ ഉടമസ്ഥന്മാരുടെ ഫണ്ട് എന്നർത്ഥം അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്, അതൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അടുത്ത് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്ന സൂത്രവാക്യം കാണപ്പെടാൻ പഠിച്ചൊരു കുട്ടിക്ക് മാത്രം അത് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തന്നിട്ടുണ്ടായിരിക്കാൻ വേണം, എങ്കിലാണ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാനാണെങ്കിലോ ഇതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ക്ലിയർ ആയി. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്ന എങ്ങനെ? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്ന എങ്ങനെ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. എല്ലാത്തിനും ഡിവൈഡഡ് ബൈയുടെ അടിയിൽ ബേസ് ആയിട്ട് എടുക്കണത് എന്താണ്? ബേസ് ആയിട്ട് എടുക്കുന്നത് നെറ്റ് സെയിൽസ് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ കണക്കിൽ നെറ്റ് പ്രോഫിറ്റ് 1 ലക്ഷമാണുള്ളത്. അതുപോലെ തന്നെ നെറ്റ് സെയിൽസ് എത്രയാണുള്ളത്? നമുക്ക് 8 ലക്ഷം ആണുള്ളത്. അപ്പൊ 1 ലക്ഷവും 8 ലക്ഷവും ഉള്ളപ്പോൾ എങ്ങനെയാണ്? 1 ലക്ഷം ബൈ 8 ലക്ഷം ഇൻറ്റു 100. ആ സീറോസ് എല്ലാം കട്ട് ചെയ്യുക, ബാക്കി 1/8. 1/8 ഇൻറ്റു 100. 1/8 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും 1 ഇൻറ്റു 100 100 അപ്പൊ 100/8. 100നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 നമ്മൾ. അപ്പൊ 100നെ 8 കഷ്ണമാക്കി മുറിച്ചാലോ 25ന്റെയും പകുതി 12.5. അപ്പൊ 12.5 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ റേഷ്യോ ആയതുകൊണ്ട് 1:1 എന്ന് കൂടി നമ്മൾ എഴുതി ചേർക്കണം, എന്നാലേ റേഷ്യോ കിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ 12.5:1 ആണ് നമ്മുടെ ഈ കണക്കിന്റെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. 9ാമത്തെ ചോദ്യം പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഫണ്ട്. ഫണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നാരോ സെൻസിൽ ഫണ്ടിന് ക്യാഷ് മാത്രം അർത്ഥമുള്ളൂ. പക്ഷെ ബ്രോഡ് സെൻസിൽ എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സും, പൈസ മുടക്കിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക വിഭവങ്ങളും ഫണ്ടാണ്. പൈസ മാത്രമല്ല, മണി ആൻഡ് മെറ്റീരിയൽസ് എല്ലാം ഫണ്ടാണ്. കാരണം അതിനകത്തൊക്കെ ഫണ്ട് മുങ്ങിക്കിടക്കണേന്.
നമ്മുടെ മെഷീനറി 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചാണെങ്കിൽ ആ മെഷീനറിക്കകത്ത് 10 ലക്ഷം രൂപ മുങ്ങിക്കിടക്കണയാണ്, ഫണ്ട് അതിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ 5 കോടി രൂപ കൊടുത്ത് ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 കോടി രൂപ എന്ന് പറയുന്ന പൈസ അതിൻ്റെ ഉള്ളിൽ ഇമേഴ്സ്ഡാണ്, മുങ്ങിക്കിടക്കണയാണ്. അപ്പൊ അത് ഫണ്ട് തന്നെയാണ്. പക്ഷെ അപ്പോ ഫണ്ടിൽ നിന്ന് നാം ഉദ്ദേശിക്കുമ്പോഴത്തേക്കും പൈസ പുറത്തോട്ട് എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം ചിലതൊക്കെ ഇതേപോലെ മെഷീനറിയും ബിൽഡിങ്ങും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് മുടക്കിയിട്ടേക്കണായിരിക്കും. അപ്പോൾ ക്യാഷ് പുറത്തെടുക്കണമെങ്കിൽ അത് അല്ലെങ്കിൽ അത് സെയിലാക്കണം. സോ ഇനി നമ്മൾ പറഞ്ഞ അർത്ഥത്തിലേക്ക് വരാം. പോപ്പുലർ സെൻസിൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? പ്രവർത്തന മൂലധനം, എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. ഉണ്ടോ? എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? CA മൈനസ് CL എന്ന് പറയാം. CA മീൻസ് കറണ്ട് അസറ്റ് മൈനസ് CL. CA മൈനസ് CL ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതൊന്ന് കാണാപ്പാടം പഠിച്ചേക്കണേ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. ഒന്നും അറിയാത്ത കുട്ടിക്ക് എഴുതാം ഇന്ന് CA മൈനസ് CL എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം. കാരണം നമുക്ക് ബിസിനസ്സിൽ പ്രവർത്തിക്കണമെങ്കിൽ മൂലധനം വേണം. അല്ലാണ്ട് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ക്യാഷ് ഇട്ട് റോൾ ചെയ്യണം. ആ റോൾ ചെയ്യാനുള്ള പൈസയാണ് റണ്ണിങ് ക്യാപിറ്റൽ എന്ന് പറയാം, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. വർക്കിംഗ് ക്യാപിറ്റലിന്റെ എത്ര പേരുകൾ വേണമെങ്കിലും പറയണം. നമുക്ക് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ക്യാഷ് വേണം. സ്റ്റാഫിന് സാലറി കൊടുക്കണം. ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് വീട്ടിൽ പോയില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് കറണ്ട് ബില്ല് അടക്കണ്ടേ, വെള്ളത്തിന്റെ കാശ് അടക്കണ്ടേ, ടാക്സ് അടക്കണ്ടേ. അങ്ങനെ നമുക്ക് അപ്പോഴുള്ള കാര്യം റോ മെറ്റീരിയൽ മേടിക്കണം. അപ്പൊ അപ്പോഴുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പൈസ കയ്യിൽ നിന്ന് ചെലവാക്കാൻ കുറച്ച് പൈസ കരുതി വെച്ചേക്കണം. ക്യാഷിന്റെ രൂപത്തിൽ നമുക്ക് കരുതി വെച്ചേക്കണം. അതിനാണ് പ്രവർത്തനം പോലെ നമുക്ക് പ്രവർത്തിക്കണം. റണ്ണിങ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ ഓർത്തിച്ചാൽ മതി. ഇനി അതിന് ബിസിനസ്സിൽ അത് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. വർക്കിംഗ് ക്യാപിറ്റലിന് എത്ര പേരുകൾ പറയാം അല്ലെ? പോപ്പുലർ സെൻസിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലും കൂടിയാണ്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലിന് 3 അർത്ഥം പറയാം. ഒന്ന് നാരോ സെൻസിൽ ക്യാഷ് മാത്രം, ബ്രോഡ് സെൻസിൽ ക്യാഷും പെടും, ക്യാഷ് മുടക്കി മേടിച്ചേക്കുന്ന സാധനങ്ങൾ മെറ്റീരിയൽസും പെടും. 3 പോപ്പുലർ സെൻസിൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതായത് എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി. നടപ്പുവർഷ ആസ്തികള് നടപ്പുവർഷ ബാധ്യതകൾ വീട്ടിൽ തീർത്തിട്ട് മിച്ചം എന്തുണ്ടാകും അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പ് വർഷത്തിൽ ഈ കൊല്ലം കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ കൊടുത്തു തീർത്തിട്ട് ബാലൻസ് ഈ കൊല്ലം നമ്മുടെ കയ്യിലിരിക്കുന്ന കറണ്ട് അസറ്റ്സ് എത്ര എണ്ണം ഉണ്ടാവും. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഒന്നും പെടില്ല കേട്ടോ, ബിൽഡിംഗ് ലാൻഡ് ഒന്നും പെടില്ല. അല്ലാതെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും സ്റ്റോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞിട്ടാണ് പൈസ അത് മിച്ചം അത്ര ഉണ്ടാവും. അതാണ് എന്തിനേക്കാൾ അധികമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം വീട്ടിൽ തീർത്തതിന് ശേഷം ഈ കൊല്ലം കൊടുത്ത് തീർച്ചയായും ശേഷം ഈ കൊല്ലം കൊടുക്കാനുള്ള ബാധ്യത അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഇപ്പം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കണക്കാക്കാൻ പറ്റും. കാരണം ബാധ്യത വീട്ടിൽ തീർക്കാനുള്ളത് ഇപ്പം തന്നെ അടുത്ത മാസം തന്നെ കൊടുക്കാനുള്ളതാണെങ്കിൽ ഈ ക്യാഷിന് നമുക്ക് ക്യാഷിന്റെ ധൈര്യമായിട്ട് കാണാൻ പറ്റില്ല. കാരണം കടബാധ്യത വീട്ടാനുള്ള പൈസയാണ് എടുത്തു വെച്ചേക്കണേ. അപ്പൊ അത് കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ വീട്ടിൽ തീർത്തിട്ട് ബാക്കിയുള്ള എക്സസ് ഉള്ള കറണ്ട് അസറ്റ്സിനെ മാത്രമാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് അതെടുത്ത് വർക്കിന് വേണ്ടിയിട്ട് സ്റ്റാഫ് സാലറി കൊടുക്കാനായിട്ടോ റോ മെറ്റീരിയൽ മേടിക്കാനായിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ബിസിനസിന്റെ റണ്ണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതാണ് പോപ്പുലർ സെൻസിലുള്ള മീനിങ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, these definitions highlight the different ways the term fund can be interpreted in various contexts. ഫണ്ട് എന്ന വാക്ക് പല കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി when does a flow of funds take place? ഫണ്ട് ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എപ്പോഴാണ് നടക്കുന്നത്? ഫണ്ട് ഫ്ലോ മീനിങ് ഫണ്ട് ഫ്ലോ refers to the changes in working capital resulting from വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് ആണ് ഫണ്ട് ഫ്ലോ. എന്തൊക്കെയാണ്? ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് വർദ്ധിക്കുക, ഫിക്സഡ് അസറ്റ് കുറയുക, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എന്നിവയൊക്കെ ഉണ്ടാകുന്ന വർധന. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര. ഓക്കെ. ഇനി കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ കറണ്ട് അക്കൗണ്ട്സ്. കറണ്ട് അക്കൗണ്ട്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. കറണ്ട് അസറ്റ്സ് ഓർ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? കറണ്ട് അസറ്റ്സ് ചേഞ്ച് ഉണ്ടായാൽ നമുക്ക് വർക്കിംഗ് ഫണ്ടിന്റെ ഫ്ലോയിൽ മാറ്റം ഉണ്ടാവും. കറണ്ട് ലയബിലിറ്റിയിലും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അസറ്റ്, ഫിക്സഡ് അസറ്റ്, ലാൻഡ് വിറ്റ് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഫിക്സഡ് അസറ്റ് ആണ് അപ്പൊ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ലാൻഡ്, അല്ലെങ്കിൽ ബിൽഡിംഗ് വിറ്റു, മെഷീനറി വിറ്റു, അതൊക്കെ എന്തായി മാറുകയാണ്? അതൊക്കെ ക്യാഷായി മാറുകയാണ് ചെയ്യുന്നത്. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമാണ് നമുക്കറിയാം അല്ലെ. സോ കറസ്പോണ്ടിങ് ചേഞ്ചസ് എവിടെ ഉണ്ടാവും? കറണ്ട് അക്കൗണ്ട്സിൽ ഉണ്ടാവും. ഫിക്സഡ് അസറ്റ്സിൽ വിൽപ്പന നടക്കുകയോ പുതുതായി ഫിക്സഡ് അസറ്റ് വാങ്ങുകയോ ചെയ്താൽ, പുതുതായി വാങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു മെഷീനറി പുതിയതായി വാങ്ങിച്ചു, തീർച്ചയായിട്ടും ക്യാഷ് എത്രയും പോവും. തീർച്ചയായിട്ടും ഫിക്സഡ് അസറ്റിൽ ഇൻക്രീസ് ഉണ്ടായാൽ
തീർച്ചയായിട്ടും അത് കറണ്ട് അസറ്റായ ക്യാഷിൽ കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാക്കും. ക്യാഷ് അത്രയും കുറയും. ഒരു മെഷീനറി വിറ്റു പൈസ കിട്ടി 10,000 രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടി. അപ്പൊ ആ 10 ലക്ഷം രൂപ ഫിക്സഡ് അസറ്റിൽ വിറ്റപ്പോൾ കിട്ടി, അത് ഉടനെ ക്യാഷിന്റെ രൂപത്തിലേക്ക് കൺവേർട്ടഡ് ആയി, കറണ്ട് അസറ്റ് ആയി മാറി. കണ്ടോ? അപ്പൊ ഫിക്സഡ് അസറ്റിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ആയിട്ട് അത് എവിടെ ചേഞ്ച് ആവും? കറണ്ട് അസറ്റ് ചേഞ്ച് ആവും. അതാണ്